യേശു ക്രിസ്തു മരണത്തെ ജയിച്ചതിനു ശേഷം 40 ദിവസം തന്റെ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു. പിന്നീട് അവൻ യെരുശലേമിൽ ഒലിവുമലയിൽ തന്റെ ശിഷ്യന്മാരുടെ മധ്യേ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മറച്ചു. ആ സമയത്ത് 2 ദൂതന്മാർ തന്റെ ശിഷ്യന്മാരോട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. താൻ വീണ്ടും വരും എന്നുള്ള യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തമാണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രത്യാശ. എന്നാൽ തന്റെ സഭയെ ചേർക്കുന്നതിന് താൻ വരുന്നതിന് മുമ്പായിട്ട് ലോകത്ത് വലിയ ഭൂകമ്പങ്ങളും വലിയ ക്ഷാമങ്ങളും യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ സംഭവിക്കും എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദൈവകൃപയുടെ സുവിശേഷം ലോകത്തിന്റെ എല്ലാ അറ്റങ്ങളിലും പ്രഘോഷിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ യേശു കർത്താവിന് മടങ്ങി വരാൻ സാധിക്കത്തുള്ളൂ എന്നും ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിലാണ് ലോകം ഏറ്റവും വലിയ യുദ്ധങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും ക്ഷാമങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ യേശു കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് സുവിശേഷകർ ലോകമെമ്പാടും പ്രസംഗിച്ചു. കേരളത്തിൽ നിന്നുള്ള അനേകർ ഇന്ത്യ സുവിശേഷീകരണത്തിനായി നോർത്ത് ഇന്ത്യയിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും ഒക്കെ പുറപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും ആഫ്രിക്കയിലേക്കും അതുപോലെ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും അവർ വന്ന സുവിശേഷം പ്രസംഗിച്ചു. കർത്താവിന്റെ വരവിനെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് അവർ പ്രകാരം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പല പ്രവാചകന്മാരും യേശുക്രിസ്തുവിന്റെ വരവിന്റെ നാളും നാഴികയും ഒക്കെ പ്രവചിക്കുവാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ, അതുപോലെ നിന്ദിക്കപ്പെടുവാൻ, പരിഹസിക്കപ്പെടുവാൻ ഉള്ള കാരണമായിട്ട് അത് മാറി. കർത്താവിൻ്റെ വരവിനടയാളമായി പറഞ്ഞിട്ടുള്ള യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഒക്കെ അധികരിച്ച സാഹചര്യത്തിൽ ആണ് അവരിങ്ങനെ പ്രവചിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ ബൈബിൾ വ്യക്തമായിട്ട് ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ തൻ്റെ 2-ാമത്തെ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആരും വഞ്ചിക്കപ്പെടരുത്. ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കണം. അതുപോലെ തന്നെ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായ ഒരുത്തൻ പ്രത്യക്ഷപ്പെടണം എന്നുള്ളൊരു കാര്യമാണ്. അതിനുശേഷമേ കർത്താവിൻ്റെ നാൾ സംഭവിക്കത്തുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായിട്ടുള്ള വ്യക്തി? അവനെയാണ് നമ്മൾ ദി ആൻറ്റി ക്രൈസ്റ്റ് എന്നും, അല്ലെങ്കിൽ മലയാളത്തിൽ അന്തിക്രിസ്തു, എതിർക്രിസ്തു എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വ്യക്തിയാണത്. ഈ ഒരു ചാനലിൽ കാലാന്ത്യത്തിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കാലാന്ത്യമാണെന്നും ഇപ്പോൾ സംഭവിക്കുന്നതും സംഭവിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു ചാനലിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ത്യക്രിസ്തുവിനെ പറ്റി ഏതാനും വീഡിയോകൾ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ വളരെ വ്യക്തമായി എതിർക്രിസ്തു വെളിപ്പെട്ടു എന്നുള്ള ഒരു സന്ദേശമാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ഈ വീഡിയോ കാണുന്നു. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെളിച്ചദൂതന്റെ വേഷത്തിൽ സാത്താൻ പ്രത്യക്ഷമാകുന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ലോകം വലിയ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പെട്ട് ഉഴറുന്ന കാലത്ത് സമാധാനം സ്ഥാപിക്കുവാനും ലോകത്തെ നേർവഴിക്ക് നയിക്കുവാനും തനിക്ക് സാധിക്കുമെന്ന് പ്രഖ്യാപിച്ച് ലോകത്തിന്റെ നടുത്തളത്തിലേക്ക് രംഗപ്രവേശം ചെയ്യേണ്ടുന്ന വ്യക്തിയാണ് അന്തിക്രിസ്തു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വെള്ളക്കുതിരമേൽ പ്രത്യക്ഷപ്പെടുന്നവനായി അവനെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവൻ സ്ഥാപിക്കുന്ന സമാധാനം അതൊരു നുണയും ഒരു ചതിക്കുഴിയും മാത്രമാണ്. അവൻ യഥാർത്ഥത്തിൽ കൊണ്ടുവരാനായി പോകുന്നത് സർവനാശവും ക്ഷാമവും അടിമത്വവുമാണ് എന്നുള്ളത് ബൈബിൾ അവന് ശേഷം വരുന്ന കുതിരകളിലൂടെ വരച്ചു കാണിക്കുന്നു. അന്തിക്രിസ്തു ഒരു ഇസ്ലാമിക വിശ്വാസിയായിരിക്കും എന്നും അയാൾ സിറിയയിൽ നിന്നോ തുർക്കിയിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ ആയിരിക്കും പ്രത്യക്ഷപ്പെടുക എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അതുപോലെ തന്നെ അയാൾ ഒരു യഹൂദനായിരിക്കുന്നതിനാൽ ഇസ്രായേലിൽ നിന്നായിരിക്കും എഴുന്നേറ്റ് വരിക എന്ന് ചിലർ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂറോപ്പിൽ നിന്നായിരിക്കാം വെളിപ്പെടുക എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. എന്നാൽ സത്യത്തെ അട്ടിമറിച്ചു വേണം അന്തിക്രിസ്തു വെളിപ്പെടേണ്ടത് എന്നുള്ളത് കൊണ്ട് ക്രിസ്തീയ രാജ്യത്ത് ബൈബിളുമായി വെളിപ്പെടേണ്ടവനാണ് അന്തിക്രിസ്തു എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തീയ വിശ്വാസികളുടെ നാട്ടിൽ വലിയ വിശ്വാസത്യാഗം സംഭവിക്കുന്ന കാലത്ത് ക്രിസ്തീയ വിശ്വാസത്തെ അട്ടിമറിച്ച് അവരുടെ നടുവിൽ നിന്ന് തന്നെ വെളിപ്പെടേണ്ടവനാണ് ആന്റി ക്രൈസ്റ്റ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. കാലത്ത് കാഹളങ്ങൾ ധ്വനിക്കേണ്ട ഈ വിശ്വാസികളുടെ നാട് ഏതാണ്, എപ്പോഴാണ് അവിടെ എതിർക്രിസ്തു അധികാരത്തിൽ വരുന്നതെന്നും വചനം വ്യക്തമാക്കുന്നുണ്ട്. വിശ്വാസികളുടെ നാട് എപ്രകാരം വെളിപ്പെട്ടു വരുമെന്ന് യെശയ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ പറയുന്നു. അയ്യോ, കൂശിലെ നദികൾക്കരികെ ചിറക് കിരുകിരുക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണ കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതും ആയ ദേശമേ.
കൂശ് നോഹയുടെ മകനും ശാപത്തിന് പാത്രവുമായ ഹാമിന്റെ മകനായിട്ടുള്ള ആളാണ്. കൂശ് എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ അഥവാ ആദിവാസികളായിട്ടുള്ള അപരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരെ സമൂഹത്തെയാണ് കൂശ് എന്ന കൂശിന്റെ സന്തതികൾ വസിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് കൂശ് എന്ന് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു നാട്ടിലേക്ക് സുവിശേഷവുമായി വരുന്ന ഒരു ജനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാങ്ങണ കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആയിരത്തി 620 മേഫ്ലവർ എന്നു പേരുള്ള ഒരു ബോട്ടിൽ 120 ക്രിസ്തീയ വിശ്വാസികൾ ബ്രിട്ടനിൽ ഭരണകൂട ഇടപെടൽ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവർ സ്വതന്ത്രമായി ആരാധിക്കുവാൻ കഴിയുന്ന ഒരു ദേശം അന്വേഷിച്ച് പുറപ്പെട്ടു. 66 ദിവസത്തെ കഠിനമായ യാത്രയ്ക്ക് ശേഷം അവർ ആദിവാസികൾ വസിക്കുന്ന ഒരു നാട്ടിലെത്തിച്ചേർന്നു. ആരാധനാ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി അത് പിന്നീട് വളർന്നു. ആ രാജ്യമാണ് അമേരിക്ക. പിന്നീട് യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശീഘ്രദൂതന്മാരെ, നിങ്ങൾ ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതിയുടെ അടുക്കൽ, ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതിയുടെ അടുക്കൽ, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതിയുടെ അടുക്കൽ തന്നെ ചെല്ലുവൻ. ഇവിടെ ദൈവദൂതന്മാർ ഈ ദേശത്തേക്ക് ചെല്ലുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1776 പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുത്തത് മുതൽ അമേരിക്ക സാമ്പത്തികമായും സൈനികമായും ഭയങ്കരമായ ഒരു രാജ്യമായി ഇന്നുവരെയും നിലകൊണ്ടു. അന്ത്യകാല സംഭവങ്ങളുടെ കാഹളങ്ങളൊക്കെയും ഇങ്ങനെയുള്ള ഈ വിശ്വാസികളുടെ നാട്ടിലായിരിക്കുമെന്ന വചനം എൻ്റെ അടുത്ത വാക്യത്തിൽ വ്യക്തമാക്കുന്നു. ഭൂതലത്തിലെ സർവ്വനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരുമായുള്ളവരെ, പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവിൻ, കാഹളമൂതുമ്പോൾ കേൾപ്പിൻ. ലോകം മുഴുവനുള്ള ആൾക്കാർ ഈ അന്ത്യകാല സംഭവങ്ങൾ അമേരിക്കയിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നും വചനം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രാജ്യത്തിലുള്ളവർ സുവിശേഷത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ജനതയായിരിക്കും എന്നും വചനം തെളിയിക്കുന്നു. ആ കാലത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതി, ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതി, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ കർത്താവിന് തിരുമുൽക്കാഴ്ച കൊണ്ടുവരും. അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ദേശത്ത് വലിയ വിശ്വാസത്യാഗം സംഭവിക്കുമെന്നും അങ്ങനെ അവിടെ തന്നെ എതിർ ക്രിസ്തു വെളിപ്പെടുമെന്നും വെളിപാട് പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. യൂണിറ്റേറിയൻസ് എന്ന പേരിൽ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞിരുന്നതിനെ ഇവിടെ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ദ ചർച്ച് എന്നുള്ള ഒരു അടിസ്ഥാന പ്രിൻസിപ്പിൾ, അതായത് ആരാധനാ സ്വാതന്ത്ര്യം, മനുഷ്യരുടെ വിശ്വാസത്തിന്റെ മേൽ ഗവൺമെന്റ് കൈകടത്തില്ല എന്നുള്ള ഒരു അടിസ്ഥാന തത്വത്തിൽ പണിയപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അവിടെ ക്രിസ്തീയ വിശ്വാസികൾ, കത്തോലിക്കർ, മോർമോനുകൾ, യഹോവ സാക്ഷികൾ, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകൾ, കൂടാതെ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സിഖുകാർ ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ അവിടെ സ്വതന്ത്രമായി ആരാധിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുടെ 40ാമത്തെ പ്രസിഡന്റായ റൊണാൾഡ് റീഗൻ അവിടെ യഹൂദർ വിശ്വസിക്കുന്ന ടാൽമുഡ് എന്ന വാമൊഴി പാരമ്പര്യം പഠിപ്പിക്കുന്ന പുസ്തകത്തിലെ 7 നോഹയുടെ നിയമങ്ങൾ അമേരിക്കയുടെ എല്ലാ മതനിയമങ്ങൾക്കും മേലെ അമേരിക്കയുടെ മോറൽ കോഡായിട്ട് യഹൂദ ഗുരുവായ മെൻഡൽ ഷ്നീർസൺ എന്നയാളുടെ പിറന്നാൾ ദിവസം അമേരിക്കയുടെ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്ന ഉത്തരവിൽ എഴുതി വെച്ചു. ഈ യഹൂദ നിയമങ്ങൾ മറ്റു മതങ്ങളുടെയും വിശ്വാസങ്ങളെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും വലിയ രീതിയിൽ വിമർശിക്കുകയും വിലക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇത് ദൈവത്തിന്റെ ഏകത്വത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായി പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹങ്ങൾ പാടില്ല എന്ന് കൽപ്പിക്കുന്ന ഈ ഒരു ചട്ടം ദൈവിക തൃത്വത്തെ കടുത്ത ദൈവദൂഷണമായും യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറയുന്നതിനെ വധശിക്ഷയ്ക്ക് യോഗ്യമായ പാപമായും എണ്ണുന്നു. 7 നോവഹൈഡ് നിയമങ്ങളിലെ 7ാമത്തെ നിയമം അതിനു മുമ്പുള്ള 6 നിയമങ്ങളും നടപ്പിൽ വരുത്തുവാനുള്ള കോടതികളും വ്യവസ്ഥിതികളും ലോകമെമ്പാടും കൊണ്ടുവരണം എന്നുള്ളതാണ്. ലോകത്ത് മുഴുവൻ യഹൂദന്മാരില്ല എന്നുള്ള അവസ്ഥയിൽ എന്തിനാണ് യഹൂദ കോടതികൾ എന്ന് ചോദിച്ചാൽ ഈ നോവഹൈഡ് നിയമങ്ങൾ യഹൂദന്മാർക്ക് വേണ്ടിയുള്ളതല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത് വിജാതീയർക്ക് അഥവാ യഹൂദരല്ലാത്ത സാധാരണ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള നിയമങ്ങളാണ്. മറ്റു മനുഷ്യർ എന്ത് വിശ്വസിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും യഹൂദർ തീരുമാനിക്കുന്ന ഒരു കാലമാണ് ഇവിടെ വിഭാവനം ചെയ്യപ്പെടുന്നത്. എല്ലാ വിശ്വാസങ്ങൾക്കും ഒരു അവസാന നേതാവിനെ കുറിച്ചുള്ള
കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. ലോകം മുഴുവൻ ശരിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരു കൂട്ടം ഇസ്ലാമിക മതമൗലികവാദികൾ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്കറിയാം. 12ാമത്തെ മഹദിയായ ഇമാം മെഹദി വരുമ്പോൾ ലോകം ശരിയ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ന്യായം വിധിക്കുന്ന ഒരു സമൂഹമായി മാറും എന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ രക്ഷകനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ യഹൂദർ തങ്ങൾക്കായി ഒരു മശിഹ വരും എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അയാൾ വരുമ്പോൾ ലോകത്തെ നീതിയിലേക്ക് നയിക്കാൻ യഹൂദന്മാരെ മോശ വഴി നൽകപ്പെട്ട 10 കൽപ്പനകൾ പ്രകാരവും മറ്റു ലോകജനത്തെ ടാൽമുഡിലെ നോവഹയുടെ നിയമങ്ങൾ പ്രകാരവും ന്യായപാലനം നടപ്പിലാക്കി ഭരിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അവർക്കായി അവൻ ജെറൂസലേമിൽ ഒരു 3-ാം മന്ദിരം പണിയും എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരാളെയാണ് ബൈബിൾ എതിർ ക്രിസ്തുവായിട്ട് വരച്ചു കാണിക്കുന്നത്. തീരെ അശക്തരും ഒറ്റപ്പെട്ടവരുമായി കാണപ്പെട്ടിരുന്ന യഹൂദ ജനത ഇന്ന് ലോകത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്ന സ്ഥിരാകേന്ദ്രങ്ങളിൽ തീരുമാനമെടുക്കുന്നവരും നടപ്പിലാക്കുന്നവരുമായി മാറി എന്ന് നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ, വാർത്തകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. എല്ലാ മതത്തിലും ഇവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഐസിസ് എന്ന ഇസ്ലാമിക സംഘടന ഇവരുടെ ഒരു വിശാല അംഗമാണ്. അമേരിക്കയിലെ ഇന്നുള്ള വലിയ ഒരു വിഭാഗം പ്രൊട്ടസ്റ്റന്റ് അഥവാ പെന്തക്കോസ്ത് സഭകൾ ഇവരുടെ വിശാല അംഗങ്ങളാണ്. ഇവരെല്ലാവരും ആന്റി ക്രൈസ്റ്റിന്റെ വരവിന് വേണ്ടി ആഗ്രഹിക്കുകയും അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള എതിർ ക്രിസ്തുവിന് വേണ്ടിയുള്ള 7 നിയമങ്ങളാണ്, നോഹയുടെ നിയമങ്ങളാണ് അമേരിക്കയുടെ മോറൽ കോഡായിട്ട് റൊണാൾഡ് റീഗൻ പ്രൊക്ലമേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. Traditional values which have been the bedrock of civilization ever since beginning, and these are the 7 Noahide laws contained and given by Moses as it is reflected here in this scroll. We thank you very much on behalf of all our colleagues, of the entire Jewish people, especially with the approach of the Passover holiday throughout the world. പിന്നീട് അമേരിക്ക ഭരിച്ച എല്ലാ പ്രസിഡന്റുമാരും ഈ ഉത്തരവ് ശരിവയ്ക്കുകയും അതിനെ നിയമമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയുടെ വിശ്വാസത്യാഗം അവിടെ തുടങ്ങുകയും അന്ത്യകാല സംഭവങ്ങൾ പിന്നീട് അരങ്ങേറുകയും ചെയ്തു. അവിടെ റൊണാൾഡ് റീഗനെ കൂടാതെ പിന്നീട് 6 പ്രസിഡന്റുമാർ കൂടെ വരുമെന്നും അവരിൽ 7ാമനായിട്ടുള്ള ആൾ കുറച്ചുനേരം മാത്രം ഭരിക്കുമെന്നും വെളിപ്പാട് പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീയിരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരും ആകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകും. 5 പേര് വീണുപോയി, ഒരുത്തനുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. 6ാമനായി വന്നത് ഡൊണാൾഡ് ട്രംപാണ്. അതുവരെ മറഞ്ഞിരുന്ന ഈ ഒരു വചനസത്യം 6ാമനായ ട്രംപിന്റെ ഭരണകാലത്താണ് വെളിപ്പെട്ടത്. 7ാമനായിട്ട് ബൈഡൻ വന്നു. അവൻ കുറഞ്ഞോന്നിരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ തന്റെ 2ാമത്തെ ടേമിന് ശ്രമിക്കാതെ ഡിമെൻഷ്യ ബാധിതൻ എന്ന പേരിൽ മത്സരത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട്. 44-ാം പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ ദൈവവചനത്തെ കടന്നാക്രമിക്കുകയും വിശ്വാസികളെ പുച്ഛിക്കുകയും അമേരിക്കയെ അടിസ്ഥാന പരിവർത്തനത്തിൽ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു വരികയും ചെയ്തപ്പോൾ താരതമ്യേന ചെറുപ്പമായിരുന്ന ഒബാമയാണ് ആന്റി ക്രൈസ്റ്റ് എന്ന് അനേകം പേർ ഉറപ്പിച്ചു. വചന നിവർത്തീകരണത്തിന്റെ ഒരു ചൂണ്ടുപലക എന്നോണം 2000-ന് ശേഷമുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക വാഹനത്തെ മൃഗം എന്നർത്ഥമുള്ള ബീസ്റ്റ് എന്ന് വിളിച്ചിരുന്നു. ഈ 7 പേരിൽ ഉൾപ്പെട്ട ഒരുവൻ തന്നെയാണ് ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എന്ന് വചനം വ്യക്തമാക്കുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. ഈ 7 പേരിൽ ഉൾപ്പെട്ടവൻ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റായി 47ാമത്തെ പ്രസിഡന്റായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വചനം വെളിപ്പെടുത്തിയ ആത്യന്തിക പരീക്ഷയിൽ 8ാമനായിട്ട് മൃഗമായിട്ട് അന്ത്യക്രിസ്തുവായിട്ട് വെളിപ്പെട്ടു വന്നത് വയോധികനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയാണ്. Today's great achievement is yet another testimony to your global leadership and your legacy as a statesman and a peacemaker on the world stage. This is a really great achievement. As president, my highest aspiration is to bring peace and stability to the world.